എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചിട്ട് വേഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്കായി റോമാലേഖനം 12-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. മതി. റോമാലേഖനം 12-ാം അധ്യായം ഒത്തിരി പ്രസംഗിച്ചതും ഒത്തിരി പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതും ഒത്തിരി പരിചിതവുമായ ഒരധ്യായമാണ്. ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. ഒത്തിരി പരിചിതമാണ്. എന്നാൽ എനിക്ക് ഈ വാക്യത്തിന്റെ അകത്ത് ഒത്തിരി ഗൗരവതരമായ സംഗതികളാണ് മനസ്സിലായത്. 12-ാം അധ്യായം 11-ാം അധ്യായത്തിലെ ഗൗരവപൂർവമായ മുന്നറിയിപ്പുകൾക്ക് ശേഷമാണ് 12-ാം അധ്യായം എഴുതുന്നത്. 12-ാം അധ്യായത്തെ കർത്തവ്യങ്ങൾ എന്ന പേരിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ പ്രായോഗികത എന്ന പേരിൽ വേണമെങ്കിൽ വിളിക്കാം. വേദപുസ്തകത്തിലെ ഉപദേശങ്ങൾ കേവലം അറിവിന് വേണ്ടി ഉള്ളതല്ല, അത് പ്രായോഗികമാക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഗിരിപ്രഭാഷണത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ എന്നതുപോലെ അതുമായി വളരെ സാമ്യമുള്ളതും പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്നതുമായ അർത്ഥസമ്പുഷ്ടമായ കാര്യങ്ങളാണ് 12-ാം അധ്യായത്തിൽ കിടക്കുന്നത്. ഞാൻ പറഞ്ഞു, 12-ാം അധ്യായം 11-ാം അധ്യായത്തിന്റെ അനുബന്ധം പോലെയാണ്. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ഞാൻ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ഈ ഭാഗങ്ങൾ അപ്പോസ്തലൻ പറയുമ്പോൾ അപ്പോസ്തലന്റെ മനസ്സിൽ എന്താണുള്ളത്? അപ്പോസ്തലന്റെ മനസ്സിലുള്ളത് ഈ 11-ാം അധ്യായം നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിന് 20-ാം വാക്യമൊക്കെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. ആ വാക്കുകളുടെ മുന്നറിയിപ്പ് ശ്രദ്ധിച്ച്. അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു, അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടുക. തൊട്ട് താഴെ പറയുന്നു, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. സ്വാഭാവിക കൊമ്പുകളോട് ദൈവത്തിന് ആദരവ് തോന്നിയില്ല, അതുകൊണ്ട് നിന്നെയും ഒരുപക്ഷെങ്കിൽ ആദരിക്കാതെ വന്നേക്കാം. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ആ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചേ. അപകടകരമായ വിധത്തിലൊരു മുന്നറിയിപ്പ് ഈ ഭാഗത്തെല്ലാം നമ്മൾ കാണുന്നില്ലേ? ദയയിൽ നിലനിന്നാൽ ദയയും. അപ്പൊ ദയ ലഭ്യമാകണമെങ്കിൽ ദയയിൽ നിലനിൽക്കണം, ഇല്ലെങ്കിലോ നീയും ഛേദിക്കപ്പെടും. സ്തോത്രം. സ്നാനപ്പെട്ടു എന്നുള്ളത് കൊണ്ടും ഒരു സഭയുടെ അംഗമായി എന്നുള്ളത് കൊണ്ടും കൂട്ടായ്മകളിൽ അംഗമായി എന്നുള്ളത് കൊണ്ടും എല്ലാം ആയോ? ഇല്ലെന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവന് ഛേദിച്ച് കളയാൻ ദൈവത്തിന് ഒരു മടിയുമില്ല എന്ന്
അപ്പോസ്തലൻ ഉറപ്പിച്ച് പറയുകയല്ലേ 11 അധ്യായത്തിൽ. അതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അപ്പൊ ഛേദിക്കപ്പെടാൻ ഒരു സാധ്യതയുണ്ട് എന്നല്ലേ ആ വാക്യത്തിന്റെ അർത്ഥം. ആത്മീയ ജീവിതത്തിന്റെ ഗൗരവതരമായ ഒരു അനുഭവത്തിലേക്ക് നാം കയറി വന്നേ പറ്റത്തുള്ളൂ. വാസ്തവത്തിൽ ഈ ദിവസങ്ങളിൽ വചനം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒരു ഭയം ആണ് തോന്നുന്നത്. കറ തീർന്ന് വിളിച്ചു പറയാനുള്ള ഒരു ആവേശമാണ് എനിക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്. പലരും അറിയുന്നില്ല ആത്മീയ ജീവിതത്തിന്റെ ഒരു പ്രത്യേക പോക്കിൽ കേവലം ഒരു സഭാരാധന എന്നുള്ളതിന്റെ അപ്പുറത്ത് ദൈവവുമായിട്ടൊരു ബന്ധവും ദൈവിക വിഷയങ്ങളിൽ വചനാനുസൃതമായ ഒരു വീക്ഷണവും ഒന്നുമില്ലാതെ ബോധിച്ചതുപോലെ മനുഷ്യനങ്ങ് പോവുക, നിത്യതയിൽ പോകുമെന്നാണ് എല്ലാവരുടെയും ചിന്ത. ആമേൻ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ വളരെ ഭയാനകമായ ഒരു മുന്നറിയിപ്പിനെ നൽകുന്നു. യാക്കോബ് 5-ന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. അവിടെ ശ്രദ്ധിച്ചേ. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ, സഹോദരന്മാരെ നിങ്ങളിൽ ഒരുത്തൻ എന്ന് പറഞ്ഞ ആരാ? സഭയ്ക്കകത്തുള്ളവൻ. നിങ്ങളിൽ ഒരുത്തൻ, സഭയോടായി സംസാരിക്കുന്നത്. നിങ്ങളൊരുത്തൻ എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്തുള്ള ഒരുത്തൻ എന്ത് ചെയ്താൽ? സത്യം വിട്ട് തെറ്റിപ്പോയാൽ. അടുത്തത്, അവനെ ഒരുത്തൻ മടക്കി തിരിച്ചു വരുത്തുകയും ചെയ്താൽ. അപ്പൊ സത്യം വിട്ട് തെറ്റിപ്പോകുന്ന ഒരുവനെ തിരിച്ചു വരുത്തുകയും ചെയ്ത, എന്നിട്ട് പാപിയെ നേർവഴിക്കാക്കുന്നത്. നേരത്തെ ഇവൻ എവിടെ ആയിരുന്നു? നേരത്തെ സഭയ്ക്കകത്തായിരുന്നു, സഹോദരനായിരുന്നു. സത്യം വിട്ട് തെറ്റിപ്പോയപ്പോൾ ബൈബിൾ അവനെ വിളിക്കുന്ന പേരെന്തുവാ? പാപി. അപ്പം സഹോദരന്മാരെ, നിങ്ങളൊരുവൻ സത്യം വിട്ട് തെറ്റിപ്പോയി അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്ത്. സഭയ്ക്കകത്ത് സത്യം വിട്ട് തെറ്റിപ്പോകുന്ന ഒരുത്തന് തിരിച്ചു വരുത്തത്തക്ക വിധത്തിലുള്ള ഒരു റെസ്ക്യൂ ഫോഴ്സ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ കാര്യം എന്താ? അതിന്റെ ഗൗരവം എന്താന്ന് ഞാൻ പറയാം. പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രായ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അപ്പോ സഹോദരന്മാരിൽ ഒരുത്തൻ സത്യം വിട്ട് തെറ്റിപ്പോയപ്പോ അവന്റെ പ്രാണന്റെ മേലൊരു മരണത്തിന്റെ കെട്ട് കിടക്കുക. ഇത് സത്യം വിട്ട് തെറ്റിപ്പോകുന്നവൻ അറിയുന്നില്ല. ആമേൻ. ദൈവകൃപയിൽ വന്നിട്ട് ബോധിച്ചതുപോലെ ജീവിക്കുന്നവൻ അവന്റെ പ്രാണന്റെ മേലൊരു മരണം കിടക്കുക. ഇത് മനസ്സിലാക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ എൻ്റെ മുന്ന് പ്രിയപ്പെട്ടവരെ, നമ്മെ കർത്താവ് വിളിച്ച് ഉന്നതമായൊരു വിളിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടത്തില്ലേ, ഉന്നത വിളിയാൽ വിളിച്ചു നമ്മെ, ചോദിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല, ദയ തോന്നി എന്റെ ദൈവം. നമ്മൾ ആ പാട്ടങ്ങനെ പാടുമല്ലോ. അപ്പം നമ്മെ വിളിച്ചത് ഉന്നതമായ ഒരു വിളിയല്ല, ദയ തോന്നിയാണ് വിളിച്ചത്. പക്ഷേ ആ വിളിക്കകത്ത് നിലനിൽക്കാതിരുന്നാലോ, ദയക്കകത്ത് നിലനിൽക്കാതിരുന്നാലോ ഖണ്ഡിതമാണ് സംഭവിക്കുന്നത്. എനിക്കറിയാം, ആധുനിക വചന ഉപദേശ സങ്കല്പങ്ങൾക്ക് വളരെ ഘടകവിരുദ്ധമായ ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. കേൾവിക്കാർക്ക് ഇഷ്ടം തോന്നാത്ത ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. എനിക്ക് മനസ്സിലായത് ഇതൊക്കെയാണ്. സ്തോത്രം. നിങ്ങളൊരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. സ്തോത്രം. സത്യം വിട്ട് തെറ്റിപ്പോകുന്നവന്റെ പ്രാണന്റെ മേൽ മരണത്തിന്റെ കെട്ടുകിടപ്പുണ്ട്. ദൈവസഭയ്ക്കകത്ത് വരികയും ബോധിച്ചതുപോലെ സംസാരിക്കുകയും ബോധിച്ചതുപോലെ ഇടപെടുകയും ബോധിച്ചതുപോലെ നടക്കുകയും ഞായറാഴ്ച കുംഭസാരത്തിന് ആരാധനയ്ക്ക് കാണും. പക്ഷേ ചിലപ്പോൾ കർത്തൃമേശയിലേക്ക് അവൻ കരം നീട്ടിയെന്ന് വരും. എന്നാൽ അവന്റെ ജീവിതം വചനാനുസൃതമല്ലെങ്കിൽ, സത്യം വിട്ട് അവൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ, വചനം പറയുന്നു
അവന്റെ പ്രാണന്റെ മേൽ ഒരു വലിയ കെട്ടുകിടക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തിരിച്ചു വന്നാൽ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക. നല്ല ആരോഗ്യമുള്ള ശരീരം കാണും, 85 കിലോ തൂക്കം കാണും, 6.25 അടി നീളം കാണും. പക്ഷേ സത്യം വിട്ട് തെറ്റിപ്പോയെന്ന് പോകുന്നവനാണെങ്കിൽ അവന്റെ പ്രാണന്റെ മേൽ മരണത്തിന്റെ കെട്ട. മടങ്ങി വന്നാൽ അത് അവിടെ ഒരു വിടുതല. സ്തോത്രം. കർത്താവ് ചെയ്യുന്ന അടുത്ത കാര്യം എന്താണെന്നറിയോ? പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. അപ്പൊ മടങ്ങി വന്നാൽ പ്രാണന്റെ മേൽ കിടക്കുന്ന കെട്ട് പൊട്ടുക മാത്രമല്ല, സ്തോത്രം, പാപങ്ങളുടെ ബഹുത്വത്തെ ദൈവം മറയ്ക്കുകയും ചെയ്യും. പാപങ്ങളുടെ ബഹുത്വത്തെ ദൈവം മറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്നെ ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയാം. ഞാൻ സത്യം വിട്ട് തെറ്റിപ്പോയി, ഞാൻ പാപത്തിലാണ്. ഒരു അഭിഷക്തൻ എന്നോട് ദൂത് പറഞ്ഞു മടങ്ങി വരണം, അല്ലെങ്കിൽ വചനം പറഞ്ഞു മടങ്ങി വരണം. ഞാനത് സ്വീകരിച്ചു. ഞാൻ എൻ്റെ ആ ദുർമാർഗം വിട്ട് ഞാൻ മടങ്ങി വന്നപ്പോൾ ദൈവം എൻ്റെ പാപത്തിന്റെ ബഹുത്വത്തെ മറച്ചു. പാപത്തിന്റെ ബഹുത്വത്തെ മറച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരുപക്ഷെങ്കിൽ എൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ ഭാര്യ അറിയാതെ ദൈവം അതിനെ മറയ്ക്കുന്നു. എൻ്റെ സഭക്കാരറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. സഭക്കാരറിയാതെ ദൈവം മറയ്ക്കുന്നു. ഞാൻ പത്രവാർത്തയാകേണ്ടതാണ്, പക്ഷേ പത്രവാർത്തയാകാതെ ദൈവം മറയ്ക്കുകയും. വാസ്തവത്തിൽ എന്തൊരു വലിയ ദയയാണ് ദൈവം ചെയ്യുന്നത്. പ്രാണന്റെ മേൽ കിടക്കുന്ന മരണത്തിന്റെ കെട്ടിനെ ദൈവം പൊട്ടിച്ചു വിടുക മാത്രമല്ല, ഇത് നാട്ടുകാരറിഞ്ഞാൽ നാറ്റക്കേസാകും എന്നുള്ളത് കൊണ്ട് നല്ലവനായ ദൈവം അതിനെ തന്റെ കരം കൊണ്ട് മറച്ചു പിടിക്കുക. അതുകൊണ്ട് ദയയിൽ നിലനിന്നാൽ ദയവും, വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും കാണുക. സ്തോത്രം. ഇതൊരു യാഥാർത്ഥ്യമാണ് പ്രിയരെ. ഇത് പറയാൻ ആളുണ്ടാവണം. ഇതൊന്നും പറയാൻ ഇന്ന് ആളില്ല. ഇപ്പൊ പോരാട്ടം പറയാനേ ആളുള്ളൂ, അനുഗ്രഹം പറയാനേ ആളുള്ളൂ. പ്രാണന്റെ മേൽ കിടക്കുന്ന മരണത്തെ ചൂണ്ടിക്കാട്ടാൻ ആളില്ല. നാഥാനെ പോലെ ഒരു പ്രവാചകൻ ദൈവസഭയ്ക്ക് നഷ്ടമായി. സ്തോത്രം. അങ്ങനെ ഒരു പ്രവാചകൻ ഇന്ന് സഭയ്ക്കകത്തില്ല. തന്റെ ഇടത്തോടെ വചനം പറയുവാൻ രംഗത്ത് വരുന്നവരില്ല. പറഞ്ഞ കേൾക്കാൻ ആളില്ല. പാസ്റ്റർക്കെതിരെ കൊടിപിടിക്കും. ഒത്താൽ അടുത്ത ഒരു സഭ സ്ഥാപിക്കും. ഒരു സഭ സ്ഥാപിക്കാൻ ആ സഭയിൽ നിന്ന് 2 കുടുംബവും ഈ സഭയിൽ നിന്ന് 1 കുടുംബവും മറ്റേ സഭയിൽ നിന്ന് 1.5 കുടുംബത്തെയും കിട്ടിയാൽ 5.5 കുടുംബത്തെ കൊണ്ടൊരു സഭ സ്ഥാപിക്കും. അവിടെ പ്രസംഗിക്കാൻ ഒരു പാസ്റ്റർ തയ്യാറാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ ജനത്തിന്റെ യാത്ര എങ്ങോട്ടാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, വളരെ ഗൗരവപൂർവമായ സ്തോത്രം ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ നിങ്ങൾ ഇരിക്കുന്നതെന്ന് വളരെ ഗൗരവത്തോടെ തിരിച്ചറിയണം. ഇതൊരു യാഥാർത്ഥ്യമാണ്. സ്തോത്രം. ഇതൊരു യാഥാർത്ഥ്യമാണ്. സത്യം വിട്ട് തെറ്റിപ്പോകുന്നവന്റെ പ്രാണന്റെ മേൽ മരണത്തിന്റെ കെട്ടുകിടക്കുന്നു. സ്തോത്രം. ഇത് വചനമാണ്. അപ്പൊ ഈ ദയയിൽ നിലനിന്നാൽ ദയയും, വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും കാണുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് 12-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് പൗലോസ് പറയുന്നത്, സ്തോത്രം, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ച് ഈ 11-ാം അധ്യായത്തിലെ വലിയ മുന്നറിയിപ്പ് പറഞ്ഞിട്ടാണ് 12-ാം അധ്യായത്തിൽ പറയുന്നത്. ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അടുത്തത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നു. എന്ത് ചെയ്യണം? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. എന്ന് പറഞ്ഞാൽ യഹൂദനോടും ജാതിയോടും ദൈവം കാണിച്ച കരുണയോടുള്ള ബന്ധത്തിൽ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കുക. മോശ യാഗം കഴിക്കുവാൻ കൽപ്പിക്കുമ്പോൾ അപ്പോസ്തലൻ യാഗം കഴിക്കുവാൻ പ്രബോധിപ്പിക്കുക. എങ്ങനെ? ബുദ്ധിയുള്ള ആരാധനയായി.
ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുമ്പോൾ ആത്മീക ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുക. സ്തോത്രം. വാസ്തവത്തിൽ കർത്താവിന് ആത്മാവ് മാത്രമല്ല വിഷയം, കർത്താവിന് ശരീരവും വിഷയമാണ്. അവൻ രക്ഷിക്കപ്പെട്ട ആത്മാവിനെ മാത്രം പോരാ, കർത്താവിന് ശരീരത്തെ കൂടെ വേണം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ശരീരവും ദൈവത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ, ജീവനും വിശുദ്ധിയുള്ള ആരാധന, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി അർപ്പിക്കുക. ഹല്ലേലൂയ. ഇവിടെ കൊല്ലപ്പെട്ട ലേവിയായ യാഗത്തിൽ നിന്നുള്ള അന്തരം നമുക്ക് കാണാൻ കഴിയും. കൊല്ലപ്പെട്ട ലേവിയായ യാഗത്തിൽ നിന്നുള്ള അന്തരം, ഒരു യാഗമൃഗത്തെ മറ്റൊരുവൻ സമർപ്പിക്കുമ്പോൾ ഇവിടുത്തെ യാഗം എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ, സ്തോത്രം, യാഗമായി സമർപ്പിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. സ്വന്തം ശരീരത്തെ യാഗമായി സമർപ്പിക്കുക. ഈ ഗ്രീക്ക് ചിന്തയനുസരിച്ച് ആത്മാവ് മാത്രമാണ് കാര്യം, ശരീരം ഒരു വിഷയമല്ല. അവർ പറയുന്നത് ശരീരം ആത്മാവിന്റെ കേവല തടവറയാണ്. ഇവിടെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രീക്ക് ചിന്ത പോലെയല്ല, അവർക്ക് ശരീരം വിഷയമല്ല, ആത്മാവ് മാത്രമാണ് വിഷയം. എന്നാൽ ദൈവം പറയുന്നത് ശരീരവും ആത്മാവും ദൈവത്തിന് സമർപ്പിക്കുക. ശരീരത്തിന്റെ പ്രത്യേകത എന്താ? ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. സ്തോത്രം. ഈ മന്ദിരത്തെയും കൂടെ ശരീരത്തെയും കൂടെ ദൈവത്തിന് അർപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഏത് പശ്ചാത്തലത്തിലാണെന്ന് ഇത് ഓർക്കണം. സ്തോത്രം. ദയയിൽ നിലനിന്നാൽ ദയയും, അല്ല എങ്കിൽ ഖണ്ഡിതവും. ഇത് പറഞ്ഞിട്ട് നിലനിന്നാൽ നീയും, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, ഛേദിക്കപ്പെടുവാൻ ഒരു സാധ്യത മുൻപിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുക. എങ്ങനെ നമ്മുടെ ശരീരത്തെ യാഗമാക്കുവാൻ കഴിയും? ലേവിയ യാഗത്തെ പോലെ യാഗപീഠത്തിൽ കയറ്റി, സ്തോത്രം, തല ഛേദിച്ച്, സ്തോത്രം, അതിന്റെ തോലുരിച്ച്, ആ ആചാര്യ മര്യാദ അനുസരിച്ച് ഒരു യാഗമാക്കാൻ, നമ്മുടെ ശരീരത്തെ യാഗമാക്കാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ ശരീരം എങ്ങനെ യാഗമാക്കുന്നത്? ഇന്ന് ശരീരം യാഗമാക്കാൻ ഒരു യാഗപീഠം ഉണ്ടോ? എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തെ യാഗമാക്കുക എന്ന് പറയുമ്പോൾ കണ്ണ് ദോഷത്തെ നോക്കാതിരിക്കുകയും, നാവ് ദോഷം സംസാരിക്കാതിരിക്കുകയും, കരം ദോഷം പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ, ഹല്ലേലൂയ. വാസ്തവത്തിൽ റോമാലേഖനത്തിന്റെ 1 മുതലുള്ള അധ്യായങ്ങൾ പഠിച്ചു വരുമ്പോഴാണ് ഇതിന്റെ ശരിക്കും കണക്ഷൻ കയറി വരുന്നത്. റോമാലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോ നിങ്ങളുടെ ശരീരങ്ങളെ യാഗമാക്കുക എന്ന് പറയുമ്പോൾ പാപസംബന്ധമായുള്ള ഒരു മരണം നമ്മിൽ സംഭവിക്കുക, അതല്ലേ വാസ്തവത്തിൽ അതിന്റെ അർത്ഥം. കണ്ണുകൊണ്ട് ദോഷത്തെ നോക്കാൻ കഴിയത്തില്ല, കാരണം കണ്ണ് മരിച്ചുപോയി. നാവ് കൊണ്ട് ദോഷം സംസാരിക്കാൻ കഴിയത്തില്ല, കാരണം നാവ് മരിച്ചുപോയി. കരം ദോഷം പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല, കാരണം കരം ദോഷം പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം മരിച്ചുപോയി. ഇങ്ങനെ സ്തോത്രം, ജീവനുണ്ടെങ്കിലും പാപത്തിന്റെ സ്വാധീനങ്ങൾക്ക് തൊടാൻ കഴിയാത്ത വിധത്തിൽ, കണ്ണിന് ആനന്ദം പാപത്തോടുള്ള ബന്ധത്തിൽ തോന്നാത്ത വിധത്തിൽ, ഹല്ലേലൂയ, ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യവും, സ്തോത്രം, ഇവിടുത്തെ പ്രകൃതിയും ഇവിടുത്തെ കാര്യങ്ങളും, സ്തോത്രം, ഇതൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു. പക്ഷേ അതിനകത്ത് പാപമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വചനാനുസൃതമല്ലാത്ത ഒന്ന് അതിനോടുള്ള ബന്ധത്തിലുണ്ടെങ്കിൽ, അവയ്ക്ക് സ്വാധീനിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള കണ്ണും, ദൈവഹിതമല്ലാത്ത സംസാരങ്ങൾക്ക് ചലിക്കുവാൻ കഴിയാത്ത നാവും, ദൈവഹിതമല്ലാത്ത പ്രവർത്തികൾക്ക് ഉപയോഗിക്കുവാൻ കഴിയാത്ത കരവും,
അങ്ങനെ ഒരു ശരീരമാണ് നമ്മുടെ ശരീരമെങ്കിൽ, സ്തോത്രം, നാം നമ്മുടെ ശരീരത്തെ യാഗമാക്കുകയാണ്. അല്ലാതെ മോറിയ മലയിൽ അബ്രഹാം ഇസഹാക്കിന് യാഗം കഴിക്കുവാൻ ചെയ്തതുപോലെ ഒരു യാഗപീഠം ഉണ്ടാക്കാൻ നമുക്ക് കഴിയത്തില്ല. ആ യാഗപീഠത്തിൽ സ്വയം ബന്ധിച്ച് കയറിക്കിടക്കാൻ നമുക്ക് കഴിയത്തില്ല. സ്തോത്രം. നമ്മെ കത്തിക്കാൻ സ്വർഗത്തിൽ നിന്ന് യാഗപീഠത്തിൽ ഇറങ്ങി വന്നതുപോലെ ഒരു തീ ഇനി ഇറങ്ങി വരത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ അങ്ങനെ ഒരു യാഗപീഠത്തിന് തീ കൊടുക്കാൻ ഇവിടെ ഒരാളില്ല. അപ്പൊ അതൊന്നും അല്ല ഇവിടെ ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ യാഗമാക്കുക എന്ന് പറയുമ്പോൾ, സ്തോത്രം, യാഗം ദൈവത്തിൻ്റെതാണ്, യാഗം മനുഷ്യരുടേതല്ല. യാഗം യാഗപീഠത്തിൽ വരുന്നത് വരെ മനുഷ്യൻ്റെതാണെങ്കിൽ, യാഗപീഠത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് ദൈവത്തിന്റെ വകയാണ്. ഹല്ലേലൂയ. ഇതുവരെ ആട് കൊണ്ടുവന്ന മനുഷ്യന്റെ സ്വത്താണ്. പക്ഷേ യാഗപീഠത്തിൽ കയറി കഴിയുമ്പോൾ അത് ദൈവത്തിൻ്റെതാകുന്നു, അതിന്റെ അവകാശി പുരോഹിതനാകുന്നു. സ്തോത്രം. ആ ഓർഡർ മാറുക. ഇതുപോലെ ശരീരത്തെ യാഗമാക്കുക എന്ന് പറയുമ്പോൾ നാം ദൈവത്തിൻ്റെതായി മാറുക. നമുക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നാം മാറുക. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കുക. എന്ത് യാഗം? ജീവനും വിശുദ്ധിയുമുള്ള യാഗം. പഴയ നിയമത്തിന്റെ യാഗം കൊല്ലപ്പെട്ട യാഗമാണെങ്കിൽ, പുതിയ നിയമത്തിന്റെ യാഗം ജീവനുള്ള യാഗമാണ്. എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരു ശരീരത്തെ യാഗമാക്കുകയാണ്. ഹല്ലേലൂയ. വാസ്തവത്തിൽ പുതിയ നിയമ വിശുദ്ധി എന്താണ്? പുതിയ നിയമ വിശുദ്ധി എന്ന് പറഞ്ഞാൽ മാലയും കമ്മലും ഊരുന്നതല്ല, അത് നല്ലത്. വെള്ളം ഇടുന്നതുമല്ല, അതും നല്ലത്. ക്ലീൻ ഷേവ് ചെയ്യുന്നതല്ല, അതും നല്ലത്. പുതിയ നിയമ വിശുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ പ്രിയരെ, ഇതെല്ലാം ചെയ്യുകയും കർത്താവിന് ഇഷ്ടമില്ലാത്തതുപോലെ ജീവിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. അത് ഇങ്ങനെ ഒരാൾ ചെയ്തത് കൊണ്ട് വിശുദ്ധനായി എന്ന് പറയാൻ കഴിയത്തില്ല. പുതിയ നിയമ വിശുദ്ധീകരണം എന്ന് പറയുന്നത് പാപസംബന്ധമായുള്ള മരണമാണ്. അതാ റോമാലേഖനം പറയുന്നു. പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിന് സ്വാധീനിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, കർത്താവിനെ സ്വാധീനിക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ നാം എത്തപ്പെടുക. അതാണ് പുതിയ നിയമ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഇവിടെ ആ നിലയിൽ നിങ്ങളുടെ ശരീരത്തെ ജീവനുള്ള വിശുദ്ധിയുള്ള യാഗം. അപ്പൊ ജീവനുള്ള ഒരു ശരീരമുണ്ട്. ആ ശരീരം വിശുദ്ധവും കൂടെ ആയിട്ട് ദൈവത്തിന് സമർപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ഇവിടെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസി പുരോഹിതനും ശരീരം യാഗവുമാണ്. ഒരു വാക്ക് ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ പറയും. ശരീരത്തെ സ്പർശിക്കാത്ത ശുദ്ധീകരണം വ്യാജമാണ്. സ്തോത്രം. ശുദ്ധീകരണം എപ്പോഴും ശരീരത്തെ കൂടെ സ്പർശിക്കുന്നതാണ്. എന്താണ് അതിന്റെ കാരണം? ശരീരം ഒരിക്കൽ പാപത്തിന്റെ ഉപകരണമായിരുന്നു. ഇപ്പോൾ ഈ ശരീരം നീതിയുടെ വാഹനമായി മാറുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനം 6:19 വാക്യം നമ്മൾ വായിക്കുന്നത്. റോമർ 6:19. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. അവിടെ എന്താ വായിക്കുന്നത്? നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിന് അടിമകളാക്കി സമർപ്പിച്ചതുപോലെ. അപ്പൊ ഒരിക്കൽ നമ്മുടെ അവയവങ്ങൾ എവിടെയായിരുന്നു? അധർമ്മത്തിന്റെ അടിമത്തതയിലായിരുന്നു. അവിടെ ആദ്യത്തെ വാക്ക് നോക്കിയേ, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു. നമ്മുടെ ജഡത്തിന് ഒരു ബലഹീനതയുണ്ട്. സ്തോത്രം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന നിങ്ങളുടെ പഴയ മനുഷ്യൻ
എന്നാ വായിക്കുന്നത്. 4:17 വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണാം, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന നിങ്ങളുടെ പഴയ മനുഷ്യൻ. അപ്പം ഈ പഴയ മനുഷ്യൻ ചതിമോഹത്താൽ വഷളായി പോകുന്ന ഒരു പഴയ മനുഷ്യനാണ്. അതുകൊണ്ടാണ് പൗലോസ് ഈ വാക്യം ഇവിടെ ഉദ്ധരിക്കുന്നത്, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു. അടുത്തത്, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുകയും. വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കും. എന്ത്? അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരം ദൈവത്തിന്റെ നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുക. ഹല്ലേലൂയ. അതിന്റെ 22 വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. അപ്പം നോക്കി, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് അധർമ്മത്തിൽ നിന്ന് വന്ന് വിശുദ്ധിക്ക് സമർപ്പിച്ച് നീതിക്ക് ദാസന്മാരായി, എന്നിട്ട് അതിന്റെ അന്തം എന്തുവാ? നിത്യജീവൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് ഞാൻ വന്നിട്ട് എന്റെ അവയവങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വരെ അധർമ്മത്തിലായിരുന്നു. ആ അവയവങ്ങളെ ഞാൻ അധർമ്മത്തിൽ നിന്ന് ദൈവകൃപയാൽ മാറ്റി ഇപ്പോ നീതിക്ക് ദാസന്മാരായി സമർപ്പിച്ചു. എന്നിട്ട് അതിന്റെ അന്തമായ നിത്യജീവൻ സംഭവിക്കുന്നത് വരെ എന്നിൽ വിശ്വാസം തുടരുക. ഹല്ലേലൂയ. ടോട്ടലി റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ആ സത്ത അതെന്താണെന്നാണ് ഇന്ന് പകൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് അർപ്പിക്കുക. അപ്പോൾ അവയവങ്ങൾ അനീതിയുടെ അധർമ്മത്തിന്റെ ആയുധങ്ങളായിരുന്നു. ഇനിയും ഈ അവയവത്തെ, സ്തോത്രം, ഈ ശരീരത്തെ ദൈവത്തിനായി സമർപ്പിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത്, ശരീരത്തെ സ്പർശിക്കാത്ത ശുദ്ധീകരണം വ്യാജമാണ്. ഒരിക്കൽ ഈ ശരീരം പാപത്തിന്റെ ഉപകരണമായിരുന്നു. ഇപ്പോൾ ഇത് നീതിയുടെ വാഹനമായി തീരുക. ഹല്ലേലൂയ. നമുക്കറിയാം, പഴയ നിയമ ലേവ്യ യാഗങ്ങൾ തന്നെ രക്തം, വെള്ളം ഇവയാലുള്ള ശുദ്ധീകരണം പഴയ നിയമ ലേവ്യ യാഗങ്ങൾക്കുണ്ടായിരുന്നു. ലേവ്യ പുസ്തകം 8-7 വാക്യം, 12 വാക്യം, 20 വാക്യം, ഈ വാക്യങ്ങളൊക്കെ, സ്തോത്രം, ഹോമയാഗത്തിന്റെ കാലുകളും അന്തർഭാഗങ്ങളും കഴുകി ശുദ്ധീകരിക്കുന്നു എന്ന് നമുക്ക് ആ ഭാഗത്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം ഇതുപോലെ ഒരു ശുദ്ധീകരണം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു യാഗാർപ്പണം, സ്തോത്രം, ആ ലെവലിലല്ല, അത് ഒരു മൃഗത്തെ യാഗമാക്കുകയാണ്. ഇവിടുത്തെ യാഗം ജീവനുള്ള ഒരു ശരീരത്തെ യാഗമാക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു യാഗമായി തീരുക എന്നാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, നിങ്ങളുടെ ശരീരങ്ങളുടെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. പിന്നെ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറയുമ്പോൾ, ലോകം എന്ന വാക്കിന് യുഗം, തലമുറ ഇത്യാദി അർത്ഥങ്ങളാണുള്ളത്. ലോകം എന്ന് പറയുമ്പോൾ ലോകത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട 5 പരാമർശങ്ങളുണ്ട്. 1, ദുഷ്ടലോകം. 2, അവിശ്വാസമുള്ള തലമുറ. 3, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ. 4, കോട്ടമുള്ള തലമുറ. 5, വക്രതയുള്ള തലമുറ. അപ്പൊ അങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. ദുഷ്ടലോകം, അവിശ്വാസമുള്ള ഒരു ലോകം, ദോഷവും വ്യഭിചാരവുമുള്ള ഒരു ലോകം, അവിശ്വാസം കോട്ടവുമുള്ള ഒരു ലോകം, വക്രതയുള്ള ഒരു ലോകം. അപ്പൊ ഇങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ യാഗമാക്കണം. അടുത്തത്, ലോകത്തിന് അനുരൂപരാകരുത്. എന്താണ് അതിന്റെ ആശയം എന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ ദൈവം സാത്താനാണ്. 2 കൊരിന്ത്യർ ലേഖനം 4:4 നമ്മൾ വായിക്കുന്നു, ഈ ലോകത്തിന്റെ ദൈവം സാത്താനാണ്. നമ്മൾ എവിടായിരുന്നു? എഫേസ്യ ലേഖനം 2:2 മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയിലായിരുന്നു. 2:1 നമ്മൾ വായിക്കുന്നത്,
അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മയും അവൻ ജീവിച്ചു. അതിൽ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും, അപ്പം നമ്മൾ ഈ ലോകത്തിന്റെ കാലഗതിക്കകത്തായിരുന്നു മുൻപേ, ഈ ലോകത്തിന്റെ ഒരു ട്രെൻഡിനകത്തായിരുന്നു. ഇപ്പോ നമ്മളെ കാലഗതിയിൽ നിന്ന് പുറത്തു വന്നു, നമ്മളെ ട്രെൻഡിന്റെ അകത്തുനിന്ന് പുറത്തു വന്നു. ഇപ്പൊ നമ്മൾ യാഗമായി ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. നമ്മുടെ ശരീരങ്ങളെ നമ്മൾ അർപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ നമ്മൾ യാഗമാണ്. അതുകൊണ്ട് ഇനിയും ലോകത്തിന് അനുരൂപരാകരുത്. ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ ദൈവത്തിന്, ഈ ലോകത്തിന്റെ സ്വാധീനം കൊണ്ട് ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. ലോകത്തിന്റെയും ലോകത്തിന്റെ ദൈവത്തിന്റെയും ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നാം വീണു പോകരുത് എന്നാണ് ഇവിടെ അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നത്. സ്തോത്രം. ലോകത്തിന് അനുരൂപരാകരുത്. ശരീരങ്ങൾ യാഗമാകണം, ലോകത്തിന് അനുരൂപരാകരുത്. ഇത് ഏത് ബേസിലാണ്? ദൈവത്തിന്റെ മനസ്സലിവ്. ദൈവത്തിന്റെ മനസ്സലിവ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, എന്താണ് ദൈവത്തിന്റെ മനസ്സലിവ്? ദൈവത്തിന്റെ മനസ്സലിവിനെ കുറിച്ച് നമുക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. റോമാലേഖനത്തിൽ പറയും ദൈവത്തിന്റെ മനസ്സലിവ്. സ്തോത്രം. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ, സ്തോത്രം, നമ്മെ അവയെ ഒടിച്ചു കളഞ്ഞിട്ട് നമ്മെ അവയുടെ നടുവിൽ ഒട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്തോത്രം, നീ ഞെളിയാതെ ഭയപ്പെടണം. അമ്മേ, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു മനസ്സലിവുണ്ട് ദൈവത്തിന്റെ. ആ മനസ്സലിവ് ഓർത്ത് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുക. ശരീരങ്ങളെ യാഗമാക്കുക, ലോകത്തിന് അനുരൂപരാകരുത്. ഒരു മൂന്നാമത്തെ വാക്ക്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. നമുക്കറിയാം, ഒരു മുട്ട പുഴുവായും പുഴു പൂമ്പാറ്റയായും തീരുന്നത് പോലെ ഒരു മാറ്റം സംഭവിക്കണം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്. സ്തോത്രം. മുട്ട ലാർവയാകുന്നു, ലാർവ, സ്തോത്രം, ഒരു പൂമ്പാറ്റയായി തീരുന്നത് പോലെ നമ്മൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു മാറ്റം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ശരീരം, രണ്ടാമത്തെ വിഷയം, അത് നമ്മുടെ മനസ്സ്. ഒന്ന് ശരീരം, രണ്ട് ഈ ലോകത്തോടൊപ്പം ബന്ധം, മൂന്ന് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 3 വിധ രൂപാന്തരം നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് ആത്മാവിൽ സംഭവിക്കുന്ന രൂപാന്തരം, അഥവാ ആത്മാവിനാലുള്ള രൂപാന്തരം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രൂപാന്തരം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം. രണ്ടാമത്തെ രൂപാന്തരമാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പൊ ആത്മാവിലെ രൂപാന്തരം, 2 മനസ്സിലെ രൂപാന്തരം, 3 ശരീരങ്ങളുടെ രൂപാന്തരം. ശരീരങ്ങളുടെ രൂപാന്തരം എന്ന് പറയുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 52-ാം വാക്യം, ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് രൂപാന്തരമുണ്ട്. ഫിലിപ്പർ 3:21 വായിക്കുന്നു, പ്രിയമുള്ളവരെ, അവൻ സകലം തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. കണ്ടോ, നമ്മുടെ ഈ ശരീരം അവന്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ആ രൂപാന്തരം എന്നുള്ള വാക്കാണ് ഇവിടെ അപ്പോസ്തലൻ പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. വാസ്തവത്തിൽ ഈ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ടോട്ടൽ ഒരു മാറ്റമല്ലേ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. ടോട്ടൽ ഒരു മാറ്റം പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുക. എന്തിനാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? ശരീരം യാഗമാകും, സ്തോത്രം. പിന്നെ ഈ ലോകത്തിന് അനുരൂപരാകാതെ നിൽക്കുന്നു, പിന്നെ മനസ്സ് പുതുക്കുന്നു. എന്താണ് ഇതിന്റെ എല്ലാം പിന്നിലെ കാരണം? ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. അതാണ് ഇവിടുത്തെ വിഷയം. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. ഹല്ലേലൂയ. അപ്പൊ ദൈവഹിതം തിരിച്ചറിയുന്നു. എന്റെ ഹിതമല്ല,
നിന്റെ ഹിതമെന്ന് പ്രാർത്ഥിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകളില്ലേ? അവിടെ കർത്താവ് പറഞ്ഞില്ലേ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. അപ്പൊ ആ ഇഷ്ടത്തെ തിരിച്ചറിയാൻ യേശുവിന് അത് അറിയാൻ കഴിഞ്ഞിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ ആ വാക്യത്തിന്റെ ആശയം നോക്കി, യേശുവിന് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, പിതാവിന് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ യേശുവിന്റെ ഇഷ്ടം കഴിയുമെങ്കിൽ ഇത് മാറണമെന്നുള്ളതാണ്, പിതാവിന്റെ ഇഷ്ടം ഇത് കുടിക്കണമെന്നുള്ളതാണ്. യേശു പറഞ്ഞത് എന്താ? എന്റെ ഇഷ്ടമുണ്ട് പിതാവേ, എങ്കിലും നിന്റെ ഇഷ്ടം. അപ്പൊ ഇതുപോലെ നമ്മുടെ തലമുറകളെ കുറിച്ചും നമ്മുടെ കുടുംബത്തെ കുറിച്ചും നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്കൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. ഞാൻ പറയാൻ, ചില സമയങ്ങളിലെങ്കിലും നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. സ്തോത്രം. പൗലോസിന്റെ ഒക്കെ മിഷണറി യാത്രയിൽ നമ്മൾ വായിക്കുന്നത്, ആസിയിൽ വചനം സംസാരിക്കരുതെന്ന് പരിശുദ്ധയാത്മാവ് വിലക്കി. അപ്പോ പൗലോസിന്റെ ആഗ്രഹം എന്താ? ആസിയിൽ വചനം പ്രസംഗിക്കണം. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താ? വേണ്ട, വിലക്കി. അപ്പൊ അങ്ങനെ ഒരു, അത് ഏത് പരമഭക്തനും ഉണ്ടാകും, അവരവരുടേതായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. സ്തോത്രം. ആ ആഗ്രഹം പലപ്പോഴും ദൈവത്തിന്റെ ആഗ്രഹമായിരിക്കുകയില്ല. ചില സന്ദർഭങ്ങളിൽ ദൈവം വിലക്കും, പരിശുദ്ധാത്മാവ് അവിടെ വിലക്കി. അപ്പൊ ഇതുപോലെ ദൈവഹിതത്തെ തിരിച്ചറിയേണ്ടതിന് ഹല്ലേലൂയ ഒരു രൂപാന്തരം, ശരീരങ്ങളെ യാഗമാക്കി, ജീവന് വിശുദ്ധിയുള്ള യാഗമായി ശരീരങ്ങളെ യാഗമാക്കി, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ദൈവഹിതത്തെ തിരിച്ചറിയുക. ആരും പറയാതെ, ആരും പ്രേരിപ്പിക്കാതെ, ആരും പ്രസംഗിക്കാതെ കർത്താവിന്റെ ഇഷ്ടത്തെ തിരിച്ചറിയുന്ന ഒരു നിലവാരത്തിലേക്ക് നമുക്കൊന്നും മാറാൻ കഴിഞ്ഞാൽ അതാണ് മാനുഷിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. വാസ്തവത്തിൽ ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയരെ, അങ്ങനെ ഒരു അനുഭവം നമ്മിൽ ഉണ്ടാകാൻ സ്തോത്രം, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറയാം, ചിലപ്പോ ഇതൊക്കെ എന്തിനാ പറയുന്നത് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ എന്തിനാ പറയുന്നത്? ഇതൊക്കെ പറഞ്ഞില്ല എങ്ങനെ അറിയും? അതുകൊണ്ട് പറയുന്ന ഹല്ലേലൂയ സ്തോത്രം. അതൊക്കെ പറയാൻ ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് പറയുക. അല്ലാതെ നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് പിണക്കോ നിങ്ങൾക്ക് എന്നോടൊരു പിണക്കോ ഉള്ളത് കൊണ്ടല്ല. സ്തോത്രം. ഇതൊരു സത്യമാണ്. ഈ പറയുന്ന വചനം ഒരു സത്യമാണ്. പിന്നെ യാഥാർത്ഥ്യങ്ങളെ കേൾക്കുന്നതിനോട് ആളുകൾക്ക് താല്പര്യമില്ല. എല്ലാവർക്കും നല്ലത് 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 പറയുന്നതിനോടാണ് താല്പര്യം. യാഥാർത്ഥ്യങ്ങളെ കേൾക്കുന്നതിനോട് ആളുകൾക്ക് താല്പര്യമില്ല. അപ്പൊ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തോന്നും, ഇതെന്തിനാ പറയുന്നത്, ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ കാര്യം. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ശരീരങ്ങളെ ഒന്ന് യാഗമാക്കാനും ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതമാകാനും ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനും ദൈവഹിതത്തെ തിരിച്ചറിയാനും സ്വർഗമേ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി ടു ഗോഡ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ. താങ്ക് യു ജീസസ്. ഷാരാധുന റംധുനി വർത്തമാനക സത്നി ജഗൽഖമനഗനഗന. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഏൽപ്പിച്ച വചനം ഒരു മറയും കൂടാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജീസസ്, ലോകത്തിന് അനുരൂപരാകാതെ യാഗമായി മനസ്സ് പുതുക്കി ദൈവഹിതം തിരിച്ചറിയത്തക്ക വിധത്തിൽ ഒരാത്മതലത്തിൽ കർത്താവ് ഞങ്ങളെ നിർത്തണമേ. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകരുണയ്ക്ക് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ.